ഈ ഒത്തിരി പേര് അനുഭവങ്ങൾ പറഞ്ഞില്ലേ, അതിൽ അവർക്കൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുന്നത് എവിടെ നിന്ന്? അടുത്ത് എവിടെയെങ്കിലും? ശരി, പേര് ഇപ്പൊ അപ്പം പറയണ്ട, പിന്നെ വിളിക്കുന്ന കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, റെക്കോർഡിങ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, പേര് പറയണമെന്നില്ല ഇപ്പോൾ. ശരി, പറഞ്ഞോളൂ. എവിടെ നിന്നാണ് തുടങ്ങിയത്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞോളൂ. ഇത് ഞാൻ എനിക്ക് അറിവായ കാലം മുതൽ ഞാനൊരു ഒറ്റപ്പെടലിലായിരുന്നു. 7ാം തൊട്ട് ആ സമയം തൊട്ട് എനിക്ക് ഫീലായിരുന്നു. പക്ഷെ അന്ന് കുട്ടിയല്ലേ, അതിനെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷെ ഒറ്റയ്ക്ക് നടക്കുന്ന ശീലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം അപ്പൊ എന്റെ വീട്ടിൽ വീട്ടിൽ അച്ഛനും നിന്ന് അമ്മയും എനിക്ക് നല്ല കുട്ടികളൊക്കെ അനുഭവങ്ങളാണ്. സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഹലോ, അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുള്ള സമയത്ത് അച്ഛൻ കൂടെ ഇല്ലായിരുന്നു. കുറച്ച് ദിവസം പിണക്കമായിരുന്നു. അതിപ്പം ഞാനൊരു പെൺകുട്ടി ജനിച്ചതിന്റെ പേരിലൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വലിയ അടുപ്പമില്ല. അങ്ങനെ വീട്ടില് ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും അങ്ങനെ. അപ്പൊ എൻ്റെ അമ്മയ്ക്കും നല്ലൊരു ജീവിതമായിരുന്നില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഞാൻ വളർന്നത്. പിന്നെ ഞങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ സ്വഭാവം ഇച്ചിരി അങ്ങ് മാറുന്നത്. എന്ന് വെച്ചാൽ ആ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പാണ് പുള്ളിക്കാരന്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നത്. അച്ഛൻ നേരത്തെ മരിച്ച 46 വയസ്സിൽ ബ്രെയിൻ ട്യൂമറായിട്ട് മരിച്ചു. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ ഒറ്റപ്പെടലും, ആരുമായിട്ട് വലിയ കമ്പനിയില്ല, എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും സാധാരണ പിള്ളേരെ പോലെ ഭയങ്കര ഒരു കൂട്ടുകൂടി നടക്കുന്ന അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കുഞ്ഞു നാളിലെ മുതലേ ബുദ്ധൻ എൻ്റെ മനസ്സിനകത്ത് കയറി. അതായത് 2ാം ക്ലാസ്സിലും മറ്റു പഠിക്കുമ്പോൾ നമുക്കൊരു പാഠം ഉണ്ടായിരുന്നു മലയാളം. അപ്പൊ അന്ന് തൊട്ടേ ബുദ്ധൻ എൻ്റെ മനസ്സിൽ കയറി. അത് കഴിഞ്ഞ് ഒരു 7ാം ക്ലാസ്സിലാകുമ്പോൾ വീണ്ടും നമ്മൾ മതങ്ങൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ 6ലോ 7ലോ ആണ് ബുദ്ധമതം പഠിച്ചു. അപ്പൊ കുറച്ച് ആ പഠിക്കുന്നതേ ഉള്ളൂ എനിക്ക്, അല്ല എനിക്ക് വേറെ ഒന്നും അറിയില്ല. നമ്മുടെ വീട്ടിലെ അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന 2ാം ക്ലാസ്സിൽ പഠിച്ച ബുദ്ധനും അരയന്നവും എന്നുള്ള സിദ്ധാർത്ഥനും അതെ 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 പറഞ്ഞോളൂ. അവിടെ നിന്ന് പിന്നെ ആ കിട്ടിയ ഒരു ചെറിയ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ബുദ്ധമതത്തെ പറ്റി പഠിക്കുമ്പോൾ, ബുദ്ധമതം ജൈനമതം ഒക്കെ പഠിച്ചപ്പോൾ അപ്പോഴും കുറച്ച് സ്പാർക്ക് മനസ്സിൽ വന്നു. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുവാന്നേ, കുഞ്ഞാണെങ്കിൽ ആയിരിക്കണം, അതൊരു താല്പര്യം, അതെങ്ങനെ മനസ്സിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 27-28 വയസ്സിലൊക്കെയാണ് ചിന്തിക്കാൻ തുടങ്ങിയത്, എന്താണ് ശരി എന്താണ് തെറ്റ്, ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ആദ്യം ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ആരാണ്, എന്നെ കുറിച്ച് എനിക്ക് എന്തറിയാം എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാമെന്ന് നമ്മൾ പറയും, എനിക്ക് എന്നെ നല്ലവണ്ണം അറിയാമെന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്തറിയാം, നമ്മൾ നാളെ വേറൊരു സാഹചര്യത്തിൽ വേറൊരു രീതിയിൽ പെരുമാറുമായിരിക്കും. പക്ഷെ നമ്മൾ കോൺഫിഡന്റോടെ പറയുന്നു ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ എന്നെ തന്നെ ക്രിട്ടിസൈസ്, ഇങ്ങനെ സ്വയം കീറി മുറിക്കുന്ന പോലെ അനലൈസ് ചെയ്തു തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, നിസ്സാരം നമ്മുടെ ശരീരത്തിൽ എത്ര ഒരു കൈ എടുത്താൽ തന്നെ അതിനകത്ത് എത്രയായിരം രോമങ്ങളുണ്ടാകും. അതുപോലും എന്നെ തിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമ്മുടെ കൈപ്പത്തിയിലുള്ള രേഖകൾ അതുപോലും എന്നെ തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും നിസ്സാരമായ ഒരു സെൻസും വെച്ചിട്ടാണ് നമ്മളെല്ലാം നമ്മളെ കുറിച്ച് അറിയാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു വെളിപാട് പോലെ തോന്നി തുടങ്ങി. അപ്പൊ ഇതിന് മുന്നായിട്ട് എനിക്ക് വീട്ടില് കുറച്ച് എന്താ പറയാ, ഞാൻ ആരാണ്, ഞാനും പ്രകൃതിയായിട്ടുള്ള ഒരു ബന്ധം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്ക് ഒരു ശരീരത്തിൽ ഒരു ചെറിയ ചൂട്, ഒരു പനിയുടെ ഒരു സുഖമുള്ള ചൂടും വന്നിട്ട് ഈ തലയ്ക്കകത്തുനിന്ന്, അതായത് നമ്മുടെ ആ മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് അകത്തൂടെ തൊണ്ടയിലേക്ക് ഇത് വന്നത്, ടേസ്റ്റ് വന്നത്. അപ്പൊ സാറ് പറഞ്ഞ അതേ ടേസ്റ്റ് ആണ്, അത് വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ സംഭവം വരുമ്പോ എനിക്ക് അറിയില്ല, അത് ഒരു തവണയല്ല വന്നത്, മിനിമം ഒരു 3 തവണ വന്നിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിൽ. മിനിമം ഒരു 3 തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വരുന്നതിന് കുറെ നാള് മുമ്പ് തലയ്ക്കകത്ത് സ്ഫോടനവും നടന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അച്ഛന് ബ്രെയിൻ ട്യൂമറായിട്ട് മരിച്ചത് കാരണം എനിക്ക് തലയ്ക്കകത്ത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെ വിചാരിക്കും, പേടി അതുപോലെ എന്തെങ്കിലും അസുഖത്തിന്റെ ആയിരിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ സ്ഫോടനവും ആദ്യം ഒരു വലിയ സ്ഫോടനം നടന്നു, കുറച്ച് നാള് കഴിഞ്ഞ് ചെറിയ സ്ഫോടനവും നടന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, 2 തവണ നടന്നിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 27-28 വയസ്സിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണിലൊരു പ്രകാശം കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മനസ്സിലെ ചിന്തകളുടെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്നതെന്ന്. അപ്പൊ നല്ല ചിന്തകൾ വരുമ്പോ എനിക്കത് കാണാൻ തുടങ്ങി. അപ്പം
കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു മാർഗദർശനമായിട്ട് എനിക്ക് തോന്നി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു നേരെ വഴി പറഞ്ഞു തരാൻ ആരുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം തെറ്റായ ജീവിതമാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം തരണം, ഒരു സൂചന എനിക്ക് കാണിച്ചു തരണം. അപ്പൊ എന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കുറെ നാൾ മുതൽ. അതിനെ തന്നെ അത് കണ്ണടച്ചാലും തുറന്നിരുന്നാലും എല്ലാം ഒരു ഫ്ലോട്ടിങ് ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ട് പല രീതിയിലാണ് കാണുന്നത്. രണ്ട് കണ്ണലായിട്ട് മാറി മാറി കാണും, ചിലപ്പോൾ ഭയങ്കര തിളക്കത്തിൽ കാണും, ചിലപ്പോൾ കുറച്ച് ഡിമ്മായിട്ട് കാണും, അങ്ങനെ. അപ്പൊ ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്ത് ഇതിനെ അനുസരിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു 2019 മുതൽ. അന്ന് മുതൽ ഞാനൊരു തീരുമാനം. അപ്പൊ ആ ഒരു സമയത്താണെങ്കിലും ഞാൻ പോകാൻ തീരുമാനം എടുക്കുന്നത് എന്റെ സ്വന്തം തീരുമാനമാണ്, ആരും എന്നെ സഹായിക്കാനില്ല. ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലൈറ്റിന്റെ ഒരു മാർഗനിർദ്ദേശത്തിൽ പോണോന്ന് മനസ്സ് പറഞ്ഞു, ഇത് പറഞ്ഞു പോണോന്ന് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ ലൈറ്റ് ഉടനെ വരും, പൊക്കോ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഞാൻ പോയി വന്നു. ആ സമയം മുതൽ എന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ കുറെ മാറി. ഞങ്ങള് വാടക വീട്ടിലായിരുന്നു നിരന്തരം. സത്യം പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല, അത്രത്തോളം വീടുകൾ ഞങ്ങൾ മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയി തിരിച്ചു വന്നു. ആ സമയത്തെല്ലാം ഞാൻ ഈ ലൈറ്റ് പറയുന്നത് അനുസരിച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളിലൊന്നും ഞാൻ ഇതിന്റെ ഒരു അഭിപ്രായത്തിന് നിൽക്കൂല. കാര്യം നമുക്ക് അപ്പൊ എന്റെ മനസ്സിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്തു. നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യത്തിന് മാത്രം ഈ ഒരു അഭിപ്രായം നോക്കാം, ഈ ഒരു സജഷനാ, ഈ ഒരു ലൈറ്റിന്റെ ഒരു ഇത് നോക്കാം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ കുറെ നാളങ്ങ് പോയി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സ്വന്തം തീരുമാനത്തിന് പോയി. പിന്നെ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷെ അതെല്ലാം എനിക്ക് സക്സസ് ആയിട്ട് വന്നു. പിന്നെ സംഭവം എന്ന് പറഞ്ഞാല് പിന്നെ ഈ ചെവിക്കുള്ളിൽ ഈ മണി വെച്ചുകയും അതായത് നമ്മൾ ചില സമയത്ത് ബോധം കേടാവും, പനിയൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കീന്നൊരു സൗണ്ട് കേൾക്കും ചെവിക്കകത്ത്, ജീവിയുടെ ശബ്ദം. ജീവിയുടെ ശബ്ദം. അത് ഇങ്ങനെ തുളച്ചു കയറുന്ന ഒരു ശബ്ദം. പക്ഷെ അത്രയും ഷാർപ്പായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അത് ശ്രദ്ധിച്ചാൽ കേൾക്കാം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എനിക്ക് എന്താ ഇയർ ബാലൻസിന്റെ എന്താ ചെയ്ത് തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുള്ളത്, അതുകൊണ്ടായിരിക്കും. ഞാൻ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നോക്കി. പിന്നെ വിചാരിക്കും ഒരു ന്യൂറോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചിലപ്പോൾ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നുറങ്ങും, ചിലപ്പോൾ ശ്രദ്ധിക്കാറുമില്ല. അത് പിന്നെ ഈ പീനിയൽ ഗ്ലാൻഡിന്റെ ഈ ഹോർമോണൊക്കെ ഉണ്ടാകുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ അതൊന്നും ഭയങ്കര ഒരു എനിക്ക് എന്തെങ്കിലും പവർ കിട്ടിയതായിട്ടോ ഞാൻ ആത്മീയമായിട്ടോ ദിവ്യ ശക്തിയിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇതെല്ലാം ഒരു സയന്റിഫിക് രീതിയിൽ കൂടെ. അപ്പൊ എനിക്ക് അത്രയൊന്നും ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു ഇതൊക്കെ എല്ലാ മനുഷ്യനും ഉണ്ടതാണ്. പീനിയൽ ഗ്ലാൻഡുള്ള എല്ലാ മനുഷ്യർക്കും. അത് പീനിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആണെന്ന് അറിഞ്ഞിരുന്നോ? അന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഈ ചക്രങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോഴാണ്, അതൊക്കെ എല്ലാം ഈ നെറ്റിൽ കൂടെ കിട്ടുന്നതാ, അങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. അപ്പൊ ഞാൻ ഈ സെക്രീഷൻ എന്ന് പറഞ്ഞ ഈ പീനിയൽ ഗ്ലാൻഡ് ഉള്ളവർക്ക് എല്ലാവർക്കും വരേണ്ടതാണ്. അത് നമ്മുടെ ബുദ്ധി, വിചാരം, ശുദ്ധി ഇതെല്ലാം അനുസരിച്ചിട്ടായിരിക്കും അത് ആ ഗ്ലാൻഡ് ചിലപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അത് പ്രവർത്തിക്കാത്തത്. നമ്മൾ ഇപ്പൊ ഞാൻ കുറെ നാൾ മുതൽ ഭയങ്കര ചിന്തിക്കും. ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര അധികം ചിന്തിക്കണമായിരുന്നു, അത് ശരിയാണോ തെറ്റാണോ എന്ന്. അത് ആദ്യമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മുടെ ധർമ്മം എല്ലാം തിരിച്ചറിയാൻ വേണ്ടി. അത് സാർ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അധർമ്മങ്ങൾ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ഈസിയായി. പിന്നെ ഇടയ്ക്ക് ഞാൻ 2019 ആദ്യം മുതൽ ഹസ്ബൻഡുമായിട്ട്, അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ട്, അതൊരു തെറ്റായ ജീവിതമാണ്, അതിലെനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി. അതിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗൾഫിലൊക്കെ പോയി വന്നത്. പക്ഷെ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എന്നെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇപ്പൊ തന്നെ എനിക്ക് അസുഖമായപ്പോഴത്തേക്ക്
എനിക്ക് എല്ലാ ആഹാരവും കഴിക്കാൻ പാടില്ല. ഉം. അപ്പം ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നു പ്രായമാകുമ്പോഴത്തേക്ക് കുറച്ച് ഭയങ്കര സാത്വികമായിട്ട് ഭക്ഷണം കഴിച്ച് ഒരു സാത്വിക ജീവിതം നയിക്കണം. അപ്പം എരി പുളി ഇങ്ങനെയുള്ള മസാല എല്ലാം ഒഴിവാക്കിയിട്ട് ഭയങ്കര പ്യുവർ വെജിറ്റേറിയനോ അങ്ങനെ. പ്യുവർ വെജിറ്റേറിയൻ എങ്ങനെ കഴിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു കഷ്ണം ചിക്കനോ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി മീനൊക്കെ വല്ലപ്പോഴും കഴിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ GERD വന്നതിന് ശേഷം ഡോക്ടർ പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കണം. എരിവ് പുളി ഉപ്പ് എരിവ് പുളി എണ്ണ പുളിയുള്ള പഴങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണം. അപ്പൊ എൻ്റെ മനസ്സ് പറയുന്നത് വീണ്ടും എന്നെ ശരിയായ ട്രാക്കിൽ കൊണ്ടുവന്നിടാനായിരിക്കും എനിക്ക് ഇത്ര അസുഖങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഞാനിത് നിർത്തത്തില്ല. അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാല് എൻ്റെ ഈ ചിന്താഗതി ശരിയായിരിക്കുമോ? പിന്നെ മാത്രമല്ല എനിക്ക് ഇപ്പൊ ആത്മീയമായിട്ട് എനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കാര്യം ഞാൻ നേരത്തെ ഞാനല്ല ഇപ്പൊ. എന്റെ സ്വഭാവത്തിൽ ഭയങ്കര മിതത്വം, പിന്നെ ഇത് എന്താ പറയാ കുറെ സൈലന്റ് ആയി സംസാരിക്കാന്നല്ല ഒരു സൈലൻസ് വരും. ഒരു അടക്കം വന്നു. മാത്രമല്ല എനിക്ക് കുറേ കാലമായിട്ട് സിനിമയൊന്നും കാണാറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ പോയി എന്ന് വെച്ചാൽ കാണൂലെന്ന് വാശിയൊന്നും അല്ല, എന്താ അത് സമയം കളയുന്ന ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ട് ഇപ്പൊ കുറച്ച് ക്ലാസിക്കൽ കലകളോടൊക്കെയാ താല്പര്യം. അപ്പൊ ഞാന് ഉയർന്നു വരുന്നുണ്ട്, ഏത് ലെവലിലായിരുന്നാലും എനിക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങള് വീടൊക്കെ വെച്ച് ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ ഈ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് ഇപ്പൊ സാറിന്റെ പുസ്തകവും വായിച്ച് സാറ് വീഡിയോയിലും പറഞ്ഞു ആദ്യം നാഡീശുദ്ധി വരുത്തണമെന്ന്. അപ്പൊ എനിക്ക് നാഡീശുദ്ധി വരുത്താൻ ആഗ്രഹമുണ്ട്. ശ്വസനം കറക്റ്റ് ആക്കണം. എനിക്ക് എന്റെ ശ്വസനം കറക്റ്റ് അല്ല. സാറ് പറഞ്ഞ പോലെ ഈ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ശ്വാസം പോകുന്നു അങ്ങനെയൊക്കെയാ. അപ്പം ഞാൻ വിചാരിക്കുന്നു ശ്വസനം കറക്റ്റ് ആക്കി കഴിഞ്ഞാല് എനിക്ക് കുറച്ചും കൂടെ. നിങ്ങൾക്ക് നാഡീശുദ്ധി ആൾമോസ്റ്റ് വന്നിട്ടുണ്ട്. നാഡീശുദ്ധി ഇല്ലാതെ ഇത് നടക്കില്ല, ഈ സ്ഫോടനം നടക്കില്ല. അത് തുറക്കുന്നതിന്റെയാണ് ആ നാഡികളിലുള്ള ബ്ലോക്ക് നീങ്ങുന്നതിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്, ഇടിമിന്നലായിട്ട്. അത് ഈ 2-3 തവണയൊക്കെ കേൾക്കുവോ? 2-3 തവണയല്ല, അത് കംപ്ലീറ്റ് ബ്ലോക്കും തീർന്ന് ആ എനർജി സഹസ്രാരത്തിൽ എത്തുന്നത് വരെ കേൾക്കും. ആണോ? എനിക്ക് ആദ്യം ഉണ്ടായത് ഒരു വലിയ സ്ഫോടനമായിരുന്നു. മനസ്സിലായി. പിന്നെ ഒറ്റ തുറക്കല് വലിയൊരു ബ്ലോക്ക് തുറന്ന് മെയിൻ ട്രാക്കിലുള്ളത് തുറക്കുമ്പോഴാണ് വലിയ സ്ഫോടനം തോന്നുന്നത്. പിന്നെ ചെറിയ ഭാഗങ്ങള് ചെറിയ നാഡീകേന്ദ്രങ്ങളൊക്കെ തുറക്കുമ്പോഴാണ് നമ്മൾ ചെറിയ. ഇതാണ് ആദ്യം ഉണ്ടായ അനുഭവം. പിന്നീടാണ് ഈ മൂക്കിന്റെ തുമ്പ് ഇങ്ങനെ എന്തോ ഒരു കമ്പനം പോലെ ഉണ്ടായിട്ട് അങ്ങനെയാവുന്നത്. അതൊക്കെ പിന്നീടാണ്. ആദ്യം ഇതാ സംഭവിച്ചത്. അതൊക്കെ എനിക്ക് പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തലയണ വെക്കാതെ നിവർന്നേ കിടക്കത്തുള്ളൂ. നട്ടലൊക്കെ നിവർത്തിയേ ഞാൻ കിടക്കുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഈ ലളിതാ സഹസ്രനാമം അറിയുന്നവരെയും അതെങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു നല്ലൊരു ലൈഫായിരുന്നു അവിടെ. കഷ്ടപ്പാടാണെങ്കിലും എപ്പോഴും ഇത് തന്നെയായിരുന്നു ചിന്ത. നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഇതുപോലെ രാത്രി കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് ഈ നട്ടലിനകത്തൂടെ ഈ ഒരു സാധനം പോയത്. അത് ഒറ്റ തവണ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നട്ടലിനകത്തൂടെ ഒരു നീർക്കോലിയുടെ കാലമുള്ള ഒരു സാധനം പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി. ചെറിയൊരു വരയുടെ കനം ഉണ്ടാവുള്ളൂ. അതെ, അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോയപ്പോ ഞാൻ പെട്ടെന്ന് ഇത് എന്താ എന്റെ ശരീരത്തിനകത്തൂടെ പാമ്പ് കയറിപ്പോയോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് പിന്നീടാ മനസ്സിലാക്കിയത്. ഇങ്ങനെ എനിക്ക് മനസ്സിലായത് നമുക്കൊക്കെ ഇതൊക്കെ സംഭവിക്കൂ. എന്നിട്ട് ഞാൻ ഇത് എനർജി അല്ലേ, അത് ഉണരുന്നായിരിക്കും. ഞാൻ കുറെ നാളുകൊണ്ട് ഞാൻ നിവർന്നാ കിടന്നുറങ്ങണം, മലർന്ന് കിടന്നേ ഉറങ്ങത്തുള്ളൂ ആ സമയത്ത്. ഇപ്പൊ എനിക്ക് അസുഖം വന്നതിന് ശേഷം ഞാൻ ചരിഞ്ഞൊക്കെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ട്രാക്കൊക്കെ നിങ്ങളുടെ ഓപ്പൺ ആണ്, എനർജി വന്നിട്ടുണ്ട്. ശാരീരികമായിട്ട് ഉള്ള ഫിറ്റ്നസ് കുറവ് കൊണ്ടാണ്, ബ്രീത്തും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് പിന്നെ അസുഖങ്ങളൊക്കെ വന്നത്. അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഉള്ള അസുഖം പുറത്തു വന്ന് പോവാനാവാനും മതി കേട്ടോ. അങ്ങനെയാവാം. ഉള്ള അസുഖങ്ങൾ പുറത്ത് വന്നിട്ട് പോവുമായിരിക്കും. പുറത്ത് വന്ന് ശരീരത്തിന് പോകാൻ വേണ്ടി വന്നതാവാനും മതി പറയാം. സാധാരണ അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല. ഈ അനുഭവം ഉണ്ടായ ആളുകൾക്ക് അസുഖം ഉണ്ടാവാൻ സാധ്യതയില്ല.
ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് ആ പ്രായമുള്ളവര് അച്ഛൻ പറഞ്ഞതുപോലെ ഈ സ്പോട്ടുകൾ അന്തരീക്ഷത്തിൽ കാണുന്നതും ലൈറ്റ് ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് നോക്കുന്നു അതാണ് അങ്ങോട്ട് തിരിയുന്നെന്ന് തോന്നും, ഇങ്ങോട്ട് തിരിയുന്നെന്ന് തോന്നും. അത് ഈ നമ്മുടെ ഈ ആറ്റവും ന്യൂക്ലിയസും എല്ലാം കാണുന്ന പോലെ അതിന്റെ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണിക്സ് ഒക്കെ കറങ്ങുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ ഞാൻ എന്റെ വിചാരം ഇതൊക്കെ എല്ലാവരും കാണുന്നതെന്നാ, പല കളറിലൊക്കെ. അപ്പൊ ഈ ചെറിയ ചെറിയ ലൈറ്റ് കണികകൾ അപ്പൊ ഇതൊക്കെ അപ്പൊ ഇത് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് യോഗാസനവും ശരീരത്തിന് ഫിറ്റ്നസ് വരാനും പിന്നെ പ്രാണായാമം ഒന്ന് കറക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ അനുഭവങ്ങൾ, മറ്റേ ധ്യാനത്തിന്റെ അനുഭവങ്ങൾ, ആ ലൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കാണുന്ന ലൈറ്റിൽ തന്നെ മുഴുകിയിരുന്നാൽ മതി. അതിൽ തന്നെ ശ്രദ്ധിച്ച് ഞാനിപ്പോ അത് ശ്രദ്ധിക്കാറുണ്ട്. അടുത്ത ട്രാക്കിലേക്ക് പൊക്കോളും. അതിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ അതിൽ ലയിച്ചിരുന്നാൽ മാത്രം മതി. അതെ അതെ. ഇത് വളർന്നു കഴിഞ്ഞ് കുണ്ടലിനി വളർന്നു കഴിഞ്ഞ് ആ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ കിടക്കുമ്പോ എന്റെ കൈയും കാലും ഒക്കെ നമ്മുടെ പോസ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ കാലൊക്കെ എടുത്തു വെച്ചതുപോലെ എടുത്തു വെച്ച് തരും. എടുത്ത് വെക്കുന്ന പോലെ തെറിക്കല്ലേ ചെയ്യാ, കാല് തെറിക്കും. തെറിച്ച് കൈ നേരെ വന്ന് വീഴും, കാലാണെങ്കിൽ മാറിയിരിക്കുന്നെങ്കിൽ നേരെ ബെഡിന്ന് ഞെട്ടിത്തെറിക്കണ പോലെ കൈയൊക്കെ കുടയുന്ന പോലെ. അതെ അതെ. അത് ഇപ്പൊ അധികം ഉണ്ടാവാറില്ല. ഇപ്പൊ എന്റെ പോസ്റ്റേഴ്സ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു, എങ്കിലും ചില സമയത്ത് ഉണ്ടാവും. അത് ഈ എനർജി അതൊക്കെ എന്താ വെച്ചാല് എനർജി ബ്ലോക്ക് തീരുമ്പോഴാണ്, അതായത് ആ ബ്ലോക്ക് തട്ടി തുറന്നിട്ട് പോകുമ്പോഴാണ് ഈ ജർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇനിയും സംഭവിക്കാം. അത് നമ്മൾ പോസ്റ്റർ കറക്റ്റ് അല്ലാത്തോണ്ടല്ല, ഈ ഏതൊക്കെ നാഡികളിലുള്ള എനർജി ബ്ലോക്ക് തീരുമ്പോ ആ എനർജി പെട്ടെന്ന് കുതിക്കുമല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു ഞെട്ടൽ പോലെ കൈയും കാലും എടുത്തടിക്കും, മൊത്തം ശരീരം തന്നെ എടുത്തടിക്കും. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും. ഞെട്ടുന്നതായിട്ട് ആളുകൾ പറയും, ഇപ്പോൾ ഉള്ളവർ പറയും, എന്തിനെങ്ങനെ ഉറക്കത്തിൽ നീ ഞെട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ അത് നമ്മൾ പറയുന്നുണ്ട്, ബോധത്തിലല്ല. സാധാരണ ആളുകൾക്ക് ബോധമില്ലാതെയാണ് ഞെട്ടല്. ഇത് പക്ഷെ നമ്മൾ ഞെട്ടുന്നതും കുടയുന്നതും ഒക്കെ നമ്മൾ അറിയും. അപ്പൊ നല്ല അനുഭവങ്ങളാണ്, വളരെ നല്ല അനുഭവങ്ങളും ഹയർ ലെവലിലേക്ക് വളരെ പെട്ടെന്ന് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ പെട്ടെന്ന് ഈ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഇത് എന്ന് ചെയ്യാൻ പറ്റും സാറേ? ഈ നാഡീശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു ഓൺലൈനിൽ ഞാൻ ഒരു എപ്പോഴാ ഒഴിവുള്ള വെച്ചാലേ ഓൺലൈനിൽ നമുക്ക് ആ കോഴ്സ് ചെയ്യാം. 5-6 എക്സസൈസും ചെയ്യാനുണ്ട്. അപ്പൊ ശരീരം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പം എനിക്ക് പെയിൻ ഉണ്ട്. 1 month കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സിസ്റ്റ് റിമൂവൽ കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇത് എന്ന് ചെയ്യാൻ പറ്റും സാറേ? പിന്നെ പ്രാണായാമം മാത്രം ഇപ്പൊ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ശരീരത്തിന് ഫിറ്റ്നസ് കൊണ്ടുവരാനുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ തോന്നുന്ന പോലെ പ്രാണായാമം ഞാൻ ചെയ്തുതരാം, പഠിപ്പിക്കാം. മറ്റേത് ഒരു 2 മാസം കൂടി കഴിഞ്ഞ, ഒരു 3 മാസം കഴിഞ്ഞാൽ നമുക്ക് അത് കൂടി ചെയ്യാം. ഞാനൊരു ഗുരുവിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച്, പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നോണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല, വേണ്ട ഭാഗം എഡിറ്റ് ചെയ്തിട്ട്. അല്ല, വലിയ പേര് സ്ഥലവും മാത്രം, പേര് പറഞ്ഞിട്ടില്ല, സ്ഥലം കൂടി ഒഴിവാക്കാം. എനിക്ക് ഈ 19ാമത്തെ വയസ്സിലാണ് എനിക്ക് വിദ്യാഭ്യാസം ബ്രേക്കായി പോയത്. ഫിലോസഫിയാണ് പഠിച്ചത്. ഇന്ത്യൻ ഫിലോസഫി പഠിക്കേണ്ട സമയത്ത് തൊട്ട് മുന്നായിട്ട് 3ാമത്തെ സെമസ്റ്ററിൽ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പൊ പിന്നെ അത് എനിക്ക് പഠിത്തത്തിലൂടെ ഒരു പുസ്തകം വായിക്കാനോ ഒന്നുമുള്ള പിന്നെ എനിക്ക് ആ സാഹചര്യമേ ഇല്ല. പിന്നെ ഞാൻ ഈ ഫിലോസഫിയിൽ എത്തി തന്നെ എല്ലാം ഒരു നിയോഗം പോലെയാണ്, നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് സാറേ എനിക്കൊരു ഗുരുവിനെ കിട്ടിയില്ല. ഞാൻ ഒരുപാട് വിഷമിച്ചു ഇത്രയും കാലം വരെ. ഇപ്പൊ എനിക്ക് എന്താ ഒരു സമാധാനം തോന്നുന്നു, സംശയം ചോദിക്കാൻ ഒരാളായല്ലോ. തീർച്ചയായിട്ടും. അപ്പോ